അധ്യാപക സർവീസ് സംഘടന സമരസമിതി ആഹ്വാനം ചെയ്ത പണിമുടക്ക് ജില്ലയിൽ പൂർണ്ണം. പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കാനുള്ള സർക്കാർ തീരുമാനം നടപ്പിലാക്കി പഴയ പെൻഷൻ പുനഃസ്ഥാപിക്കുക, 12ാം ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക, ക്ഷാമബത്ത ശമ്പള പരിഷ്കരണ കുടിശ്ശികകൾ പൂർണ്ണമായും അനുവദിക്കുക, ലീവ് സറണ്ടർ മരവിപ്പിച്ച നടപടി പിൻവലിക്കുക, ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസെപ്പ് സർക്കാർ ഏറ്റെടുക്കുക, കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള സാമ്പത്തിക വിവേചനം അവസാനിപ്പിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അധ്യാപക സർവീസ് സംഘടനാ സമരസമിതി ജനുവരി 22 നടത്തിയ പണിമുടക്ക് ജില്ലയിൽ പൂർണ്ണമായത്. ജില്ലയിലെ ഭൂരിപക്ഷം ഓഫീസുകളും പൂർണ്ണമായും അടഞ്ഞുകിടന്നു. തുറന്നു പ്രവർത്തിച്ച ഓഫീസുകളിൽ ജീവനക്കാരുടെ പങ്കാളിത്തം നാമമാത്രമായിരുന്നു. ജീവനക്കാരുടെയും അധ്യാപകരുടെയും ജീവിത വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടത്തിയ പണിമുടക്കിൽ സഹകരിച്ച മുഴുവൻ ജീവനക്കാരെയും അധ്യാപകരെയും സമരസമിതിക്ക് വേണ്ടി ജോയിന്റ് കൌൺസിൽ സംസ്ഥാന സെക്രട്ടറി കെ മുകുന്ദൻ അഭിവാദ്യം ചെയ്തു. നിരവധി തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ മുൻപിൽ ജീവനക്കാരുടെയും അധ്യാപകരുടെയും വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമരങ്ങളും പ്രക്ഷോഭങ്ങളും നടത്തിയെങ്കിലും സർക്കാർ അനുകൂല നിലപാട് സ്വീകരിക്കാത്തതിന്റെ പശ്ചാത്തലത്തിലാണ് ഒരു പണിമുടക്ക് സമരത്തിലേക്ക് പോകേണ്ടി വന്നതെന്ന് സമരത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് കെ മുകുന്ദൻ അഭിപ്രായപ്പെട്ടു. പണിമുടക്ക് നോട്ടീസ് ജനുവരി 3 നൽകിയെങ്കിലും സമരസമിതിയുടെ ഭാരവാഹികളെ ഒരു ചർച്ചയ്ക്ക് വിളിക്കുവാനുള്ള ജനാധിപത്യ മര്യാദ പോലും സർക്കാർ കാണിച്ചില്ലെന്നും പണിമുടക്കിന്റെ ഭാഗമായി സാധാരണക്കാരായ ജനങ്ങൾക്കും പൊതുസമൂഹത്തിനും സർക്കാർ ഓഫീസുകളിൽ ലഭ്യമാകേണ്ട സേവനങ്ങൾ വരും ദിവസങ്ങളിൽ അധിക സമയം ജോലി ചെയ്തുകൊണ്ട് ജീവനക്കാരും അധ്യാപകരും സമൂഹത്തോടുള്ള ഉത്തരവാദിത്വം നിർവഹിക്കുമെന്നും കെ മുകുന്ദൻ ഉറപ്പു നൽകി. ജീവനക്കാരുടെയും അധ്യാപകരുടെയും എന്തുമാത്രം പ്രതിഷേധമുണ്ട് എന്നുള്ളതാണ് ഈ സമരവീര്യം കാണുമ്പോൾ നമുക്ക് ബോധ്യമാവുന്നത്. കഴിഞ്ഞ ഡിസംബർ മാസം 10-ാം തീയതി 10-ഉം 11-ാം തീയതി തിരുവനന്തപുരത്ത് വെച്ച് നടത്തിയ രാപ്പകൽ സമരത്തിലൂടെയാണ് ഈ പണിമുടക്കം പ്രഖ്യാപിച്ചത്. ഈ പണിമുടക്കം പ്രഖ്യാപിക്കുമ്പോൾ, അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിൻ്റെ അവസാനത്തെ സമരായുധം പ്രഖ്യാപിക്കുമ്പോൾ വളരെ വേദനയോടുകൂടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുമ്പോൾ നമ്മളതിന് തയ്യാറായത്. ഇടതുപക്ഷ പാർട്ടികൾ ഒന്നടങ്കം പറയുന്നുണ്ട്. CPM ആയാലും CPI ആയാലും CITU ആയാലും AITUC ആയാലും ഇടതുപക്ഷ പാർട്ടികൾ അവരുടെ നയമായി അംഗീകരിച്ചിട്ടുള്ളതാണ് പങ്കാളിത്ത പെൻഷൻ പദ്ധതി ഒരു വലതുപക്ഷ പദ്ധതിയാണ്. പങ്കാളിത്ത പെൻഷൻ പദ്ധതി ഒരു കോർപ്പറേറ്റ് പദ്ധതിയാണ്. പക്ഷേ ഇവിടെ ഒരേ ഒരു ഇടതുപക്ഷം ഭരിക്കുന്ന ഈ കേരളത്തിൽ മാത്രം ഏറ്റവും മാതൃകാപരമായി അത് പിൻവലിച്ച് മാതൃക കാണിക്കാൻ കഴിയുന്ന സ്ഥലത്ത് ഇവിടെ നടപ്പാക്കുന്നത് ഒരു വലതുപക്ഷ നയമാണ് എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും ശക്തമായ ഒരു സമരം അഴിച്ചുവിടാൻ കാരണം. 12 മണിയോടുകൂടി പാലക്കാട് സിവിൽ സ്റ്റേഷനിൽ നിന്നും ആരംഭിച്ച വിജയാഹ്ലാദ പ്രകടനം അഞ്ചുവിളക്ക് ജംഗ്ഷനിൽ സമാപിച്ചു. 100 കണക്കിന് ജീവനക്കാരും അധ്യാപകരും ആ ജാഥയിൽ പങ്കെടുത്തു. സമരസമിതി ചെയർമാനായ പി വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. MC ഗംഗാധരൻ, NN പ്രജിത, CA ഈജു, MS റീജ, ES ശാന്താമണി, PK സന്തോഷ് എന്നിവർ സംസാരിച്ചു. പട്ടാമ്പി, ആലത്തൂർ, മണ്ണാർക്കാട്, ഒറ്റപ്പാലം, ചിറ്റൂർ, അട്ടപ്പാടി താലൂക്ക് ആസ്ഥാനങ്ങളിലും പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. UTV ന്യൂസ്, പാലക്കാട്.